മലയാളികളുടെ പ്രിയ ഭക്ഷണമായ കപ്പ അല്ലെങ്കിൽ മരച്ചീനി കൊണ്ട് തയ്യാറാക്കുന്ന കുറച്ച് നാടൻ വിഭവങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഈ കപ്പ സീരീസിലെ രണ്ടാമത്തെ റെസിപ്പിയാണിത്, പാൽ കപ്പ. ആദ്യത്തെ റെസിപ്പി പോലെ തന്നെ വളരെ സിമ്പിളാണ് ഇതും, എന്നാൽ കുറച്ച് വ്യത്യസ്തമായ രുചിയുമാണ്. ഈ സീരീസിലെ എല്ലാ റെസിപ്പികളുടെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാനും മറക്കല്ലേ. അപ്പോൾ പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഏകദേശം 1/2 കിലോ കപ്പയാണ് എടുക്കുന്നത്. കപ്പപ്പുഴുക്കിനും തേങ്ങക്കപ്പയ്ക്കൊക്കെ എടുത്തതുപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കുക. പ്രഷർ കുക്കറിൽ കപ്പ വേവിക്കാനാണെങ്കിൽ അതെങ്ങനെയാണെന്നും അതുപോലെ തന്നെ എളുപ്പത്തിൽ വെള്ളം വാർത്തു മാറ്റുന്നതുമൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ സീരീസിലെ ആദ്യ റെസിപ്പിയായ തേങ്ങ കപ്പ അഥവാ കപ്പ താളിച്ചതിൽ പറയുന്നുണ്ട്. വേണ്ടവർക്ക് അത് റെഫർ ചെയ്യാം. കുക്കറിലല്ലാതെ ഇതുപോലെ ഓപ്പണാക്കി വേവിക്കാനാണെങ്കിൽ കപ്പ മുങ്ങി നിൽക്കുന്ന കണക്കിന് വെള്ളം എടുക്കണം. ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഒന്ന് തിളച്ചാൽ ഉടൻ വേവുന്ന കപ്പയാണ്, അതുകൊണ്ട് ഉപ്പ് ആദ്യമേ ചേർക്കുവാണ്. നിങ്ങൾക്ക് വേണേൽ കപ്പ 1/4 വേവാകുമ്പോൾ ചേർത്താലും മതി. പക്ഷേ നല്ല വേവുന്ന കപ്പയാണ് ഈ റെസിപ്പിക്ക് നല്ലത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മുങ്ങി നിൽക്കുന്ന കണക്കിന് വെള്ളം ചേർക്കുക. പതിഞ്ഞു പൊങ്ങുന്നത് കൊണ്ടാണ് സാധാരണ ഓപ്പണാക്കി പാകം ചെയ്യാറ്. പക്ഷേ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ അടച്ചു വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. തിളച്ച് തുടങ്ങിയ അടപ്പ് മാറ്റണം. കപ്പ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കുക. വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് പാൽക്കപ്പ തയ്യാറാക്കാം. ആദ്യം നമ്മൾ ഈ വേവിച്ച കപ്പ നല്ലപോലെ ഉടച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ഉടച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ കാണിക്കാനുള്ള സൗകര്യത്തിനോട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ. നല്ലപോലെ ഉടച്ചിട്ട് ഇത് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു ചെറിയ പാനിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് ചൂടാക്കുകയാണ്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് തിളപ്പിക്കാനാണ്. ഇതിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയാണ്. അതിൽ നിന്നൊരു പകുതി എടുത്ത് ഈ വെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. പച്ച കറിവേപ്പിലയുടെ ആ ഫ്ലേവർ ഈ കപ്പയിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ ഒരു പച്ചമുളകും നെടുകെ കീറി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കാന്താരി പോലെ നല്ല എരിവുള്ള ഒരു ഇനം പച്ചമുളകാണ്. പാൽക്കപ്പയ്ക്ക് സത്യത്തിൽ എരിവ് നിർബന്ധമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ മുളക് ചേർക്കാം. അതുപോലെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് കപ്പ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള കട്ടിപ്പാലാണ്. കട്ടിപ്പാലല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്തിട്ട് കുറുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ തുടർച്ചയായി ഇളക്കി കൊടുത്ത് അല്പം ഒന്ന് കുറുക്കിയെടുക്കുക. കപ്പയിൽ നല്ല സ്റ്റാർച്ച് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകിക്കോളും. ഇവിടെ ഇപ്പോൾ നന്നായി വെന്ത് ഉടച്ചെടുത്ത കപ്പയായതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുമ്പോൾ തന്നെ കപ്പയും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ബ്ലെൻഡ് ആവാൻ വേണ്ടി ഇപ്പോൾ പഴയ കാലത്ത് ചെയ്തിരുന്നത് പോലെ ആദ്യമേ കപ്പ തേങ്ങാപ്പാലിൽ വേവിച്ച് കുറുക്കി അങ്ങനെ ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല. ഇതിപ്പം നല്ലപോലെ ഉടയ്ക്കാതെ കഷ്ണങ്ങളായിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ പഴയകാല റെസിപ്പി പോലെ പകുതി വെന്ത കപ്പ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലിൽ ബാക്കി വേവിച്ച് കുറുക്കി എടുക്കേണ്ടി വരും. അതിനേക്കാൾ എളുപ്പവും രുചിയും നല്ലപോലെ വേവുന്ന കപ്പ കൊണ്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത് തന്നെയാണ്. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്കൊരു അല്പം 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ്. ഒപ്പം ചിരകിയെടുത്ത തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ. തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചൂടാക്കി 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഒപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കി കറിവേപ്പിലയും. ചെറിയ ഉള്ളി നല്ലപോലെ ബ്രൗൺ ആകുന്നത് വരെ മുരിച്ചെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ അത് തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പം നേരം ഇരുന്നപ്പോൾ തന്നെ അത് ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. മുരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇനി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽ കപ്പ തയ്യാർ. ചെറു ചൂടോടെ മീൻകറിക്കൊപ്പമോ ചിക്കൻ കറിയോ ബീഫ് കറിക്കൊപ്പമോ ഒക്കെ കഴിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ കപ്പ സീരീസിലെ മറ്റ് റെസിപ്പികളും കാണാൻ മറക്കല്ലേ. താങ്ക്